ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദ ഇയർ, ഓർഗൻ ഫോർ ഹിയറിംഗ്. നമുക്കറിയാം, ഇയർ എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗനാണ്. അതിന് രണ്ട് സെൻസറി ഫങ്ഷൻസ് ആണുള്ളത്. കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഇയറിൻ്റെ ഒരു ഫങ്ഷനാണ് ഹിയറിംഗ് എന്നുള്ളതാണ്. ഹിയറിംഗ് കൂടാതെ തന്നെ ഇയറിനും ഉള്ള മറ്റൊരു ഫങ്ഷനാണ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ബാലൻസ്. സോ അതുകൊണ്ട് തന്നെ ഇയേഴ്സിന് രണ്ട് സെൻസറി ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഹിയറിംഗ്, സെക്കൻഡ് വൺ മെയിൻ്റനൻസ് ഓഫ് ബോഡി ബാലൻസ്. അനാട്ടമിക്കലി നോക്കുകയാണെങ്കിൽ ഇയറിന് 3 സെക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഫസ്റ്റ് വൺ ദ ഔട്ടർ ഇയർ, സെക്കൻഡ് വൺ ദ മിഡിൽ ഇയർ, ദ ലാസ്റ്റ് വൺ ദ ഇന്നർ ഇയർ. പുറമേ കാണപ്പെടുന്ന ഇയറിന്, അതായത് ഔട്ടർ ഇയറിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പിന്ന, 2 എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ്. പിന്ന, എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ്. പിന്നീട് ഫങ്ഷൻ എന്താണ്? ടു കളക്ട് ദ വൈബ്രേഷൻസ് ഇൻ ദ എയർ വിച്ച് പ്രൊഡ്യൂസ് സൗണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എയറിൽ നിന്നുള്ള വൈബ്രേഷൻസിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഫങ്ഷൻ. ദ എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ്, അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസിലൂടെയാണ് എയറിലുള്ള വൈബ്രേഷൻസ് ഇയർ ഡ്രമ്മിലേക്ക് പാസ് ചെയ്യുന്നത്. അതൊരു കനാലാണ്. എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ് എന്ന് പറയുന്ന ഒരു കനാലാണ്. ആ കനാലിലൂടെയാണ് ഇയർ ഡ്രമ്മിലേക്ക് എയറിലുള്ള വൈബ്രേഷൻസ് എത്തിച്ചേരുന്നത്. ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ് ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മേറ്റസ് അതൊരു കനാലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കനാല് ടിമ്പാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? എയറിലുള്ള വൈബ്രേഷൻസ് ഇയർ ഡ്രമ്മിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദ പിന്ന കളക്ട്സ് ദ വൈബ്രേഷൻസ് ഇൻ ദ എയർ വിച്ച് പ്രൊഡ്യൂസ് സൗണ്ട്. The external auditory meatus leads inwards and extends up to the tympanic membrane or the eardrum. There are very fine hairs and wax secreting glands in the skin of the pinna and the meatus. അപ്പോൾ ഈ 2 ഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? വളരെ ഫൈൻ ഹെയർസിൻ്റെ പ്രസൻസ്, അതുപോലെ തന്നെ വാക്സ് സെക്രേറ്റിംഗ് ഗ്ലാൻസിൻ്റെ പ്രസൻസുമാണ്. മെംബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസിനാലാണ്. ഇത്തരത്തിലുള്ള ഈ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ടിമ്പാനിക് മെംബ്രെയിൻ പുറമെ സ്കിന്നുമായിട്ടും അകമേ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് കവർ ചെയ്തിരിക്കുന്നു. The tympanic membrane is composed of connective tissues covered with skin outside and with mucous membrane inside. അടുത്തത് ഏതാണ്? The middle ear. Middle ear contains 3 ossicles. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റെപ്സ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റെപ്സ് which are attached to one another in a chain like fashion. മാലിയസും ഇൻകസും നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മറ്റൊന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു ചെയിൻ ലൈക്ക് രീതിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 3 ഇയർ ഓസിക്കിൾസ് ആണ് പ്രധാനമായിട്ടും മിഡിൽ ഇയറിൽ കാണപ്പെടുന്നത്. ഏതെല്ലാമാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പിസ്. ഇത് 3ഉം ഒരു ചെയിൻ പോലെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മാലിയസ് is attached to the tympanic membrane and the stapes is attached to the window of the cochlea. മാലിയസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടിമ്പാനിക് മെംബ്രെയിനുമായിട്ടാണ്. സ്റ്റേപ്പസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോക്ലിയയിലെ ഓവൽ വിൻഡോയുമായിട്ടാണ്. The ear ossicles increase the efficiency of transmission of sound waves to the inner ear.
ഈ ഇയർ ഓസിക്കിൾസ് ആണ് ഇന്നർ ഇയറിലേക്കുള്ള സൗണ്ട് വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്. സോ the middle ear contains 3 ossicles. Which are they? Malleus, incus and stapes, which are attached to one another in a chain-like fashion. The malleus is attached to the tympanic membrane and the stapes is attached to the oval window of the cochlea. The ear ossicles increase the efficiency of transmission of sound waves to the inner ear. An eustachian tube connects the middle ear cavity with the pharynx. യൂസ്റ്റാഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ഫാരിങ്സുമായിട്ട് മിഡിൽ ഇയറിനെ കണക്റ്റ് ചെയ്യുന്നു. യൂസ്റ്റാഷ്യൻ ട്യൂബ് ഫാരിങ്സിനെ മിഡിൽ ഇയറുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു. The eustachian tube helps in equalizing the pressure on either side of the eardrum. ഇയർഡ്രമ്മിൻ്റെ രണ്ട് സൈഡിലും ഉള്ള പ്രഷറിനെ ഇക്വലൈസ് ചെയ്യുന്നതിന് യൂസ്റ്റാഷ്യൻ ട്യൂബ് സഹായിക്കുന്നു. യൂസ്റ്റാഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാരിങ്സിനെയും അതുപോലെ തന്നെ മിഡിൽ ഇയറിനെയും കണക്റ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ യൂസ്റ്റാഷ്യൻ ട്യൂബ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇയർ ഡ്രമ്മിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷറിനെയും ഇക്വലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇന്നർ ഇയർ കോൾഡ് ലേബ്രിന്ത്. ലേബ്രിന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ഇയറിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ലേബ്രിന്ത്. ലേബ്രിന്ത് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ലേബ്രിന്തിന് 2 ഭാഗങ്ങളുണ്ട്. ഏതെല്ലാമാണ്? ദ ബോണി ആൻഡ് ദ മെംബ്രെയിൻ ലേബ്രിന്ത്. അപ്പം ബോണി ആൻഡ് ദ മെംബ്രെയിൻ ലേബ്രിന്ത്. ലേബ്രിന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള പോർഷന് പറയുന്ന പേരാണ് ലേബ്രിന്ത്. ലേബ്രിന്തിന് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് ബോണി, സെക്കൻഡ് വൺ the membrane labyrinths. The bony labyrinth is a series of channels. Inside these channels lies the membranous labyrinth. അപ്പം ബോണി ലേബ്രിന്ത് എന്ന് പറയുന്നത് is a series of channels. Inside these channels, ഈ ചാനൽസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇൻസൈഡ് ദീസ് ചാനൽസ് ലൈസ് ദ മെംബ്രേനിയസ് ലേബ്രിന്ത്. അപ്പോൾ ബോണി ലേബ്രിന്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചാനൽസാണ് മെംബ്രേനിയസ് ലേബ്രിന്ത് എന്ന് പറയുന്നത്. ബോണി ലേബ്രിന്ത് എന്ന് പറയുന്നത് ഇസ് എ സീരീസ് ഓഫ് ചാനൽസ്. അപ്പോൾ ഇൻസൈഡ് ദീസ് ചാനൽസ് ലൈസ് ദ മെംബ്രേനിയസ് ലേബ്രിന്ത്. അപ്പോൾ ബോണി ലേബ്രിന്തിൻ്റെ ഉള്ളിലാണ് മെംബ്രേനിയസ് ലേബ്രിന്ത് കാണപ്പെടുന്നത്. മെംബ്രേനിയസ് ലേബ്രിന്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ ഫ്ലൂയിഡ് കോൾഡ് പെരിലിംഫ്. മെംബ്രേനിയസ് ലേബ്രിന്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേരെന്താണ്? പെരിലിംഫ്. ദ മെംബ്രേനിയസ് ലേബ്രിന്ത് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് കോൾഡ് എൻഡോലിംഫ്. മെംബ്രേനിയസ് ലേബ്രിന്തിൻ്റെ ഉള്ളിൽ കാണുന്ന മെംബ്രേനിയസ് ലേബ്രിന്തിൽ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് എൻഡോലിംഫ്. പെരിലിംഫ് എന്ന് പറയുന്നത് മെംബ്രേനിയസ് ലേബ്രിന്തിന് ചുറ്റിനും കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് പറയുന്നത് പെരിലിംഫ്. മെംബ്രേനിയസ് ലേബ്രിന്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡിനെയാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. The fluid filled inner ear called labyrinth consists of 2 parts, the bony and the membranous labyrinth. The bony labyrinth is a series of channels. Inside these channels lies the membranous labyrinth, which is surrounded by a fluid called perilymph. The membranous labyrinth is filled with fluid called endolymph. ഇനി അടുത്ത പോർഷനാണ് കോക്ലിയ. ഈ കോക്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോയിൽഡ് പോർഷൻ ഓഫ് ദ ലേബ്രിന്ത്. അതിനെയാണ് കോക്ലിയ എന്ന് പറയുന്നത്. പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ട്. ദ കോയിൽഡ് പോർഷൻ ഓഫ് ദ ലേബ്രിന്ത് ഈസ് കോൾഡ് കോക്ലിയ. ദ മെംബ്രെയിൻസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കോക്ലിയ, the resonators and basilar divide the surrounding perilymph filled bony labyrinth into an upper scala vestibuli and lower scala tympani.
ദ മെംബ്രെയിൻസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കോക്ലിയ എന്നറിയപ്പെടുന്ന ഏതെല്ലാമാണ്? റിസനേഴ്സ് ആൻഡ് ബേസിലാർ. ഈ മെംബ്രെയിൻസ് സറൗണ്ടിങ്ങിലുള്ള പെരിലിംഗ് ഫിൽഡ് ആയിട്ടുള്ള ബോണി ലേബ്രിന്തിനെ അപ്പർ സ്കാല വെസ്റ്റിബുലയായിട്ടും ലോവർ സ്കാല ടിംപാനി ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. ദ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കോക്ലിയ, ദ റിസനേഴ്സ് ആൻഡ് ബേസിലാർ divide the surrounding peri-lymph filled bony labyrinth into an upper scala vestibuli and lower scala tympani. കോക്ലിയയുടെ ഉള്ളിലുള്ള സ്പേസിന് പറയുന്ന പേരാണ് സ്കാല മീഡിയ. കോക്ലിയയുടെ ഉള്ളിൽ കാണുന്ന ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് സ്കാല മീഡിയ. അതിൽ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻഡോലിംഫാണ്. സ്കാല മീഡിയയ്ക്കുള്ളിൽ എൻഡോലിംഫ് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നു. The space within the cochlea called scala media is filled with endolymph. At the base of the cochlea, the scala vestibuli ends at the oval window, while the scala tympani terminates at the round window, which opens to the middle ear. കോക്ലിയയുടെ ബേസ് റീജിയൻ എന്ന് പറയുന്നത് സ്കാല വെസ്റ്റിബുളെ എൻഡ് ചെയ്യുന്നത് ഓവൽ വിൻഡോയിലും സ്കാല ടിംപാനി ടെർമിനേറ്റ് ചെയ്യുന്നത് റൗണ്ട് വിൻഡോ റീജിയനിലുമാണ്. ഇത് എങ്ങോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു? മിഡിൽ ഇയറിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ദ ഓർഗൻ ഓഫ് കോട്ടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. ദ ഓർഗൻ ഓഫ് കോട്ടെ ഈസ് എ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ദ ബേസിലാർ മെംബ്രെയിൻ. ഏത് മെംബ്രെയിനിലാണ് ഓർഗൻ ഓഫ് കോട്ടെ കാണപ്പെടുന്നത്? ബേസിലാർ മെംബ്രെയിൻ, വിച്ച് കണ്ടെയ്ൻസ് ഹെയർ സെൽസ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഹെയർ സെൽസിൻ്റെ പ്രസൻസ് ആണ്. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ്? ദാറ്റ് ആക്ട് ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഇവിടെ ഫങ്ഷൻ എന്താണ്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓർഗൻ ഓഫ് കോട്ടെ കാണപ്പെടുന്നത് ബേസിലാർ മെംബ്രെയിനിലാണ്. ഹെയർ സെൽസ് കാണപ്പെടുന്നു. ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് ഇവ ഫങ്ഷൻ ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. The hair cells are present in rows on the internal side of the organ of Cottae. Organ of Cottaeയുടെ ഉള്ളിലാണ് ഹെയർ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നിരനിരയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The basal end of the hair cell is in close contact with the afferent nerve fibers. അപ്പോൾ ഹെയർ സെൽസിൻ്റെ ബേസൽ എൻഡ് എന്ന് പറയുന്നത് അഫറൻറ്റ് നെർവ് ഫൈബേഴ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നു. എ ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സസ് കോൾഡ് സ്റ്റീരിയോസീലിയ ആർ പ്രൊജക്റ്റഡ് ഫ്രം ദ എപ്പിക്കൽ പാർട്ട് ഓഫ് ഈച്ച് ഹെയർ സെൽ. അപ്പോൾ ഓരോ ഹെയർ സെല്ലിൻ്റെയും എപ്പിക്കൽ റീജിയനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റീരിയോസീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് ആണ്. അപ്പം അതിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ, അതിന് പറയുന്ന പേരെന്താണ്? സ്റ്റീരിയോസീലിയ. അതെവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു? എപ്പിക്കൽ പാർട്ട് ഓഫ് ഈച്ച് ഹെയർ സെൽ. ഓരോ ഹെയർ സെല്ലിൻ്റെയും എപ്പിക്കൽ റീജിയനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സുകൾ. ആ പ്രോസസ്സിനെ പറയുന്ന എന്താണ്? സ്റ്റീരിയോസീലിയ എന്നാണ് പറയുന്നത്. Above the rows of hair cells is a thin elastic membrane called a tectorial membrane. ഹെയർ സെൽസിൻ്റെ ആ നിരയുടെ ഹെയർ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ നിരയുടെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന തിൻ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെംബ്രെയിൻ പറയുന്ന പേരാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ. ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിലാർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൽ കാണപ്പെടുന്നതാണ് ഹെയർ സെൽസ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഹെയർ സെൽസ് ഓർഗൻ ഓഫ് കോട്ടയുടെ ഇൻറ്റേർണൽ സൈഡിലായിട്ട് നിരനിരയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഹെയർ സെല്ലിൻ്റെ ബേസൽ എൻഡ് എന്ന് പറയുന്നത് അഫറൻറ്റ് നെർവ് ഫൈബേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നു. സ്റ്റീരിയോസീലിയ എന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സുകൾ ഈ ഓരോ ഹെയർ സെല്ലിൻ്റെ എപ്പിക്കൽ പാർട്ടിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എബോവ് ദ റോസ് ഓഫ് ദ ഹെയർ സെൽസ് ഈസ് എ തിൻ ഇലാസ്റ്റിക് മെംബ്രെയിൻ
കോൾഡ് ടെക്ടോറിയൽ മെംബ്രെയിൻ. അപ്പം ഹെയർ സെൽസിൻ്റെ ആ ഒരു നിരയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന തിൻ ഇലാസ്റ്റിക് മെംബ്രെയിന് പറയുന്ന പേരാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ. The organ of cochlea is a structure located on the basilar membrane which contains hair cells that act as auditory receptors. Hair cells are present in rows on the internal side of the organ of cochlea. The basal end of the hair cell is in close contact with the afferent nerve fibers. A large number of processes called stereocilia are projected from the apical part of each hair cell. Above the rows of the hair cells is a thin elastic membrane called tectorial membrane. The inner ear also contains a complex system called vestibular apparatus. Vestibular apparatus എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന കോംപ്ലക്സ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ലൊക്കേറ്റഡ് എബോവ് ദ കോക്ലിയ. കോക്ലിയയുടെ മുകളിലായിട്ടാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് കാണപ്പെടുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 സെമി സർക്കുലാർ കനാൽസ് ആൻഡ് ദ ഓട്ടോലിത്ത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. കാണപ്പെടുന്നത് ഇന്നർ ഇയറിലാണ്. കോക്ലിയയുടെ മുകൾ ഭാഗത്തായിട്ടാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് കാണപ്പെടുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് 3 സെമി സർക്കുലാർ കനാൽസും ഓട്ടോലിത്തും ചേർന്നാണ്. ഓരോ സെമി സർക്കുലാർ കനാൽസും കാണപ്പെടുന്നത് ഇൻ എ ഡിഫറൻറ്റ് പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ദ മെംബ്രേനിയസ് കനാൽസ് ബോണി കനാൽസിൻ്റെ പെരിലിംഫിൽ സസ്പെൻഡ് ചെയ്താണ് കാണപ്പെടുന്നത്. ബോണി കനാൽസിൻ്റെ പെരിലിംഫിന് ഉള്ളിൽ സസ്പെൻഡഡ് ആയിട്ടാണ് മെംബ്രേനിയസ് കനാൽസ് കാണപ്പെടുന്നത്. ദ ബേസ് ഓഫ് കനാൽസ് ഈസ് സ്വൊല്ലൻ ആൻഡ് ഈസ് കോൾഡ് ആംപുല. കനാലിൻ്റെ ബേസ് റീജിയൻ കുറച്ചൊന്ന് ബൾജ് ചെയ്താണ് കാണപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് ആംപുല. which contains a projecting ridge called cristae ampullaris. അപ്പോൾ അതിൽ കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ ആംപുലരീസ്. അപ്പം കനാൽസിൻ്റെ ബേസിൻ്റെ പ്രത്യേകത എന്താണ്? സ്വൊള്ളനാണ്. അപ്പോൾ ആ ഒരു സ്വൊള്ളൻ ഭാഗത്തിന് പറയുന്ന പേരാണ് ആംപുല. അതിൽ കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ ആംപുലരീസ് വിച്ച് ഹാസ് ഹെയർ സെൽസ്. ക്രിസ്റ്റേ ആംപുലരീസിൽ എന്തുണ്ട്? ഹെയർ സെൽസ് കാണപ്പെടുന്നുണ്ട്. ദ സാക്യുല ആൻഡ് യൂട്രിക്കിൾ കണ്ടെയ്ൻസ് എ പ്രൊജക്റ്റിംഗ് റിഡ്ജ് കോൾഡ് മാക്യുല. ഈ സാക്യുലയും യൂട്രിക്കിൾസിലും ഒക്കെ കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജിന് പറയുന്ന പേരാണ് മാക്യുല. The cristae and maculae are the specific receptors of the vestibular apparatus responsible for maintenance of balance of the body and posture. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള റീജിയനാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ക്രിസ്റ്റേ മാക്യുലെ പോലെയുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സ്, വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കാണപ്പെടുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സാണ് ക്രിസ്റ്റേ ആൻഡ് മാക്യുലെ. ഈ റിസപ്റ്റേഴ്സാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന കോംപ്ലക്സ് സിസ്റ്റമാണ്. കോക്ലിയയ്ക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് 3 സെമി സർക്കുലർ കനാൽസും ഓട്ടോലിത്തും ചേർന്നാണെന്ന് പറഞ്ഞു. സെമി സർക്കുലർ കനാൽസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓട്ടോലിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്നത് മാക്യുല. അതുപോലെ തന്നെ മാക്യുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസ് ദ സെൻസറി പാർട്ട് ഓഫ് സാക്യുലെ ആൻഡ് യൂട്രക്കിൾ. മാക്യുല ഈസ് ദ സെൻസറി പാർട്ട് ഓഫ് സാക്യുലെ ആൻഡ് യൂട്രക്കിൾ. അപ്പം ഓട്ടോലിത്തും അതുപോലെ തന്നെ സെമി സർക്കുലർ കനാൽസും രണ്ടും വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് കൊണ്ടാണ്
ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. മാക്യുല എന്ന് പറയുന്നത് സെൻസറി ഏരിയ ആണെന്ന് പറയുന്നു. അപ്പം മാക്യുല എന്ന് പറയുന്നത് യൂട്രിക്കിളിലും സാക്കുലയിലും കാണപ്പെടുന്ന സെൻസറി ഏരിയ ആണ്. The maculae in the utricle and saculae contains an array of hair cells whose stereocilia project into the otolith membrane, a gelatinous mass that contains tiny crystals of calcium carbonate called otolith. അപ്പം ഓട്ടോലിത്തുമായിട്ട് മാക്യുലയ്ക്കുള്ള ബന്ധം എന്താണ്, മാക്യുലയും സാക്കുലയും യൂട്രിക്കിളും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം സാക്കുലയുടെയും യൂട്രിക്കിളിൻ്റെയൊക്കെ ഇന്നർ വോളിൽ കാണപ്പെടുന്ന സെൻസറി ഏരിയയാണ് മാക്യുല എന്ന് പറയുന്നത്. സാക്കുലയുടെയും യൂട്രിക്കിളിൻ്റെയും ഉള്ളിൽ കാണപ്പെടുന്ന ഹെയർ സെൽസിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീരിയോസീലിയ എന്ന് പറയുന്ന പ്രോസസ്സുകൾ എങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്? ഓട്ടോലിത്ത് മെംബ്രെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോലിത്ത് മെംബ്രെയിൻ എന്ന് പറയുന്നത് ജെലാറ്റിനിയസ് മാസാണ്. അതിൽ കാണപ്പെടുന്നത് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആണ്. അതിനെയാണ് ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. ഇത് ലിറ്ററലി അതിനെ ഇയർ സ്റ്റോൺസ് എന്നും പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.